Assalamu Alaikum. Hello dear students. So today in chemistry we are going to learn about the new chapter. Okay. So the sixth chapter, non-metals. Lesson 6, non-metals. Okay. So in fourth chapter we have learned about metals, non-metals and metalloids in the periodic table. Okay, so metals, non-metals, metalloids. Metalloid shows both the characteristics of metals and non-metals. Okay, so non-metal എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് യൂസ് ഉള്ളൊരു ഇതാണ് നോൺ മെറ്റൽസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. സോ വി നോ ദാറ്റ് ഫോർ അവർ ലീവ്സ് വി വാണ്ട് ഓക്സിജൻ അല്ലേ. സോ വി വാണ്ട് ഓക്സിജൻ ആൻഡ് വാട്ടർ. Oxygen and water. It is the two important thing for our better living. Oxygen and water. So oxygen is a non-metal. അല്ലേ, ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്, ഒരു നോൺ മെറ്റൽ ആണ്. ആൻഡ് വാട്ടർ. ഇൻ വാട്ടർ what are the elements present in the water molecule? Water molecule elements ഏതൊക്കെയാ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ഓൾസോ നോൺ മെറ്റൽസ്. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അപ്പം മെറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അതിന് ഒരുപാട് യൂസസ് ഉണ്ട്. സോ നമ്മൾ ഇത് തന്നെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ. സോ ഇതാ ഓക്സിജൻ ആൻഡ് വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലിവിങ്. ഓക്സിജൻ ഈസ് എ നോൺ മെറ്റൽ. ദെൻ വാട്ടർ. ഇൻ വാട്ടർ there is a component called hydrogen and oxygen. Hydrogen and oxygen is essential. And hydrogen and oxygen is also a non-metals. അപ്പോൾ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട എല്ലാ ഫാക്ടേഴ്സും എന്താണ്? നോൺ മെറ്റൽസ് കൊണ്ട് ഉള്ളവയാണ്. ഓക്കെ, സോ നമ്മുടെ ഫുഡ്സിലൊക്കെ എന്തുണ്ട്? ഒരുപാട് നോൺ മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈഫുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നോൺ മെറ്റൽസ് ഉണ്ട്. അതിന് വളരെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദിസ് നോൺ മെറ്റൽസ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവയെക്കുറിച്ചാണ്. അബൌട്ട് ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദിസ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്ന ഹൈഡ്രജൻ പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻസ്, ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ്. ദെൻ ഓക്സിജനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഓസോൺ ലെയർ. ദെൻ നൈട്രജൻ, ക്ലോറിൻ്റെ മാനുഫാക്ചർ, ബ്ലീച്ചിങ് റിയാക്ഷൻസ്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ്സ്, എങ്ങനെ ക്ലോറൈഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം എല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ നോൺ മെറ്റൽസിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് സോ ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് അവർ ഫുഡ് ആർ സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. നമ്മുടെ ഫുഡിൻ്റെ പ്രധാനപ്പെട്ട പാർട്ട് ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഫാറ്റ് അല്ലേ. നമ്മുടെ ഫുഡിനകത്തുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ആരൊക്കെ? ഈ സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. സോ ഓൾ ദീസ് ത്രീ കണ്ടെയ്ൻ മെയിൻലി കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇതിൽ മൂന്നിലും മെയിനായിട്ട് എന്ത് തന്നെയാണ് ഉള്ളത്? അതിൻ്റെ നമ്പേഴ്സിൽ വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്തുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജന് പിന്നെന്താണ്? ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ദെൻ കാർബൺ. ഓക്കെ, കാർബൺ ആണ് ഇതിനകത്തുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ നോൺ മെറ്റൽസ്. അപ്പം ആ ഒരു നോൺ മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ആൻഡ് ഓൾ ദീസ് കമ്പോണൻസ് ആർ നോൺ മെറ്റാലിക് എലമെൻറ്റ്സ്. ഈ കമ്പോണൻസ് എല്ലാം എന്താണ്? നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ആണ്. The components of water with oxygen and hydrogen are non-metals. അല്ലേ, വാട്ടറിലെ കമ്പോണൻസ് പോലും എന്താണ്? വാട്ടറിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ആണ്. ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് എന്താണ്? നോൺ മെറ്റൽ ആണ്. ഓക്കെ, the important components of wood, plastic, paper, glass etc. all are non-metals. വുഡിലും പ്ലാസ്റ്റിക്കിലും പേപ്പറിലും ഉള്ള എല്ലാ കമ്പോണൻസും എന്താണ്? നോൺ മെറ്റലുകളാണ്. പോളിത്തീൻ, അതിനകത്തൊക്കെ PVC എന്നൊക്കെ പറയുന്നത്, പോളിവിനൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയാം. അതിലൊക്കെ എന്താണ്? ക്ലോറിൻ്റെ പ്രസൻസ് ഉണ്ട്. അതൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. സോ നോൺ മെറ്റൽസ് ആർ റിലേറ്റഡ് വിത്ത് അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കൂടുതലായിട്ടും നിൽക്കുന്ന മെറ്റൽസിനേക്കാളും കൂടുതൽ എന്താണ്? നോൺ മെറ്റലുകളാണ്. ഓക്സിജനും ഹൈഡ്രജനും കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, ദെൻ നൈട്രജൻ, ക്ലോറിൻ എല്ലാം എന്താണ്? നോൺ മെറ്റലുകളാണ്. ഓക്കെ, സോ നോൺ മെറ്റൽസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ദ എയറിലുള്ള എന്തെന്ന് പറയുന്നത് 78% of nitrogen. In air there is 78% of nitrogen. Nitrogen എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണല്ലോ. അപ്പോൾ 78% നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്താണുള്ളത്? നൈട്രജൻ ആണ്. ഓക്കെ, 78%
nitrogen. 78% ഓളം എന്താണ്? nitrogen. Then what about other components? About 21% oxygen. 21% എന്ന് പറയുമ്പോൾ അതിനകത്ത് പോയിന്റ് സംതിങ് ഉണ്ട് എങ്കിൽ നമ്മൾ ഏകദേശം എന്താണ് 21% oxygen. 21% oxygen. Then 21% is oxygen, 0.9% is argon, and 0.038% is carbon dioxide gas. അത് നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ ആർഗൺ ഉണ്ട്, പിന്നീട് എന്താണ് ആർഗൺ ചെറിയൊരു പെർസെൻറ്റേജിലുണ്ട്. ദെൻ എന്താണുള്ളത്? കാർബൺ ഡയോക്സൈഡും ഒക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് അല്ലേ? കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഓക്സിജൻ നോൺ മെറ്റൽസ് ആണ്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ എന്നൊക്കെ പറയുന്ന നോൺ മെറ്റലുകളാണ്. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിലും എന്താണ് കൂടുതലുള്ളത്? നോൺ മെറ്റലുകളാണ് കൂടുതലുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ the first element is the hydrogen. We know that the atomic number 1 hydrogen അല്ലേ? ഹൈഡ്രജൻ്റെ atomic number 1 ആണ്. അതാണ് ഏറ്റവും എന്താണ് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ നമ്മുടെ അറ്റോമിക് നമ്പർ 1 ഉള്ള എലമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ഈസ് ഓൾസോ എ നോൺ മെറ്റൽ. ഹൈഡ്രജൻ ഒരു നോൺ മെറ്റൽ ആണ്. സോ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ എലമെൻറ്റ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് ഇൻ ദ ഹയസ്റ്റ് ലെവൽ. നമ്മളെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു നോൺ മെറ്റൽ ആണെന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ദെൻ ദ എലമെൻറ്റ് വിത്ത് സ്മോളസ്റ്റ് ആറ്റം, ഏറ്റവും ചെറിയ ആറ്റം ഉള്ള എലമെൻറ്റും എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. Then what is the other peculiarities? The main component in the sun and stars. സണ്ണിലെയും സ്റ്റാർസിലെയും ഒക്കെ ഉള്ള മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സണ്ണിലും സ്റ്റാർസിലും ഒക്കെ മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. Then the only atom without a neutron. ന്യൂട്രോൺ ഇല്ലാത്തൊരു ഒരേ ഒരു ആറ്റം ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ദെൻ ആൻഡ് ഇൻഫ്ലേമബിൾ ഗ്യാസ്, ഇൻഫ്ലേമബിൾ ക്യാരക്ടർ ഉള്ളവയാണ്. ദ ഗ്യാസ് ഹാസ് വെരി ലോ ഡെൻസിറ്റി, കുറഞ്ഞ ഡെൻസിറ്റിയിലുള്ള ഗ്യാസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ സം ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രജൻ കോമ്പൗണ്ട്സ്. ഹൈഡ്രജൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഏതൊക്കെയുള്ളതാണ്? ഹൈഡ്രജൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ് വാട്ടർ അല്ലേ? വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ്. ദെൻ H2SO4 സൾഫ്യൂരിക് ആസിഡ്. H2SO4 എന്ന് പറയുന്നതും ഹൈഡ്രജൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട്, ഒരു ആസിഡാണ്. ദെൻ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3 നൈട്രിക് ആസിഡ്. ഓക്കെ, നൈട്രിക് ആസിഡ്. ദെൻ CH4 മീഥൈൻ. CH4 എന്താണ്? മീഥൈൻ. ദെൻ C6H12O6 ഗ്ലൂക്കോസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ എന്താണ്? ഈ ഒരു ഹൈഡ്രജൻ്റെ ചില കമ്പോണൻസ് ആണ്. സോ ഹൗ ടു പ്രിപ്പയർ ദിസ് ഹൈഡ്രജൻ? എങ്ങനെയാണ് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. സോ പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രജൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ റിയാക്ടിങ് മെറ്റൽസ് വിത്ത് ഡൈല്യൂട്ട് ആസിഡ്സ്. അതായത് മെറ്റൽസും പിന്നെ ഡൈല്യൂട്ട് ആസിഡ്സുമായിട്ട് പ്രവർത്തിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്? മെറ്റൽസും എന്താണ്? മെറ്റൽസ് പ്ലസ് ഡൈല്യൂട്ട് ആസിഡ്സ്, ഏതെങ്കിലും മെറ്റൽസും ഡൈല്യൂട്ട് ആസിഡ്സും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് എന്താ ഉണ്ടാവുന്നത്? ഈ ഹൈഡ്രജൻ ഉണ്ടാവുന്നത്. ഓക്കെ, മെറ്റൽസ് പ്ലസ് ഡൈല്യൂട്ട് ആസിഡ്സ്. അപ്പോൾ ഏത് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജനറലി ഹൈഡ്രജൻ ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറിയിൽ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത് സിങ്കും ബൈ റിയാക്ടിങ് സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റലും ആൻഡ് മഗ്നീഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം, സിങ്കും മഗ്നീഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സിങ്കും മഗ്നീഷ്യവും ഒക്കെ എന്ത് ചെയ്യുന്നു? HCl അല്ലെങ്കിൽ H2SO4 ആയിട്ടോ എന്താണ് പ്രവർത്തിപ്പിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ലബോറട്ടറിയിൽ നമ്മൾ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ലാബ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, ഹൗ വി പ്രിപ്പയർ ഹൈഡ്രജൻ ഇൻ ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മെറ്റലും അതുപോലെ തന്നെ എന്താണ് ഒരു ആസിഡും നമ്മൾ പ്രവർത്തിച്ചിട്ടാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. നമ്മൾ കോമൺലി ലാബിൽ പ്രിപ്പയർ ചെയ്യുമ്പം സിങ്കോ അല്ലെങ്കിൽ മഗ്നീഷ്യോ എന്ത് ചെയ്യുന്നു? സിങ്കോ മഗ്നീഷ്യോ ഒന്നുകിൽ എന്തായിട്ട് പ്രവർത്തിപ്പിക്കാം? HCl പിന്നെ HCl-ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മൾ അനദർ ഓപ്ഷൻ എന്താണ് പറഞ്ഞത്? H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ടോ പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മൾ ലാബിൽ എന്തിനെ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മൾ ലാബിൽ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ എന്താണ് ഹൈഡ്രജൻ ക്യാൻ ബി അപ്പോൾ നമ്മൾ ലാബ് പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത്? സിങ്കോ മഗ്നീഷ്യോ എന്ത് ചെയ്യുന്നു? സിങ്കോ മഗ്നീഷ്യോ ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ടോ H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ടോ പ്രവർത്തിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ലാബിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ റിയാക്ഷൻ നമുക്ക് എഴുതാം. സിങ്ക് HCl
സിങ്കും ഹൈഡ്രജനും ക്ലോറൈഡും തമ്മിൽ പ്രവർത്തിച്ച് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാവുന്നു. അപ്പോൾ 2HCl നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഇട്ട് കൊടുത്തത്. സിങ്ക് പ്ലസ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും നമുക്ക് കിട്ടുന്നു. സോ ഈ ഒരു ഇക്വേഷനാണ് അതിൻ്റെ ജനറൽ നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷനിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കേ, ഇവിടെ ഹൈഡ്രജൻ അല്ലേ, സിങ്കും സിഎല്ലും കൂടെ കമ്പൈൻ ചെയ്ത് സിങ്ക് ക്ലോറൈഡും ബാക്കിയുള്ള ഹൈഡ്രജനെ അങ്ങ് എന്ത് ചെയ്യുന്നു, അവിടുന്ന് മാറ്റുന്നു. ഓക്കെ, സിങ്ക് ചെന്നിട്ട്. സോ ദ ഹൈഡ്രജൻ ഈസ് ലെസ് ദാൻ എയർ. എയറിനേക്കാളിലും ലെസ് ഡെൻസിറ്റി ഉള്ളവയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ക്യാൻ ബി ഐഡൻറ്റിഫൈ ബ്രിങ്കിങ് എ ഗ്ലോവിങ് സ്പ്ലിഞ്ചർ ഓർ ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്ത് നമ്മൾ അവിടെ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇൻസെൻസ് സ്റ്റിക്കോ അല്ലെങ്കിൽ ഗ്ലോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ മൗത്തിൽ വെച്ച് കഴിഞ്ഞാൽ ദ ഫ്ലെയിം ഇറ്റ് പുട്ട് ഔട്ട് വിത്ത് എ പോപ്പ് സൗണ്ട്. ഒരു പോപ്പ് സൗണ്ടോടുകൂടി ആ ലൈറ്റ് എന്ത് ചെയ്യും, അവിടെ അണയുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് അത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പോപ്പ് സൗണ്ട് അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാം. സോ ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജനെ എങ്ങനെ മനസ്സിലാക്കാം? നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്ലെയിം കൊണ്ടുവന്നിട്ട് അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഏത് ടെസ്റ്റ് ട്യൂബാണോ നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ ഹൈഡ്രജൻ ആണ് ഉണ്ടായെങ്കിൽ അവിടെ ഒരു പോപ്പ് സൗണ്ടോടുകൂടി ആ തീ എന്ത് ചെയ്യുന്നു, പുട്ട് ഔട്ട് ആവുന്നു. ഓക്കെ, സോ but the gas burns with the formation of water drops on the cooler sides of the test tube. ഓക്കെ, അപ്പോൾ പോപ്പ് സൗണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം, അവിടെ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഹൗ വി പ്രിപ്പയർ ഹൈഡ്രജൻ ഇൻ ദ ലബോറട്ടറിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്നുകിൽ സിങ്ക് എടുക്കും അല്ലെങ്കിൽ മഗ്നീഷ്യം എടുക്കും. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സിങ്കും മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മെറ്റൽസ് ആണ്. അതിൽ നമ്മൾ ഒന്നുകിൽ HCl ആഡ് ചെയ്യും അല്ലെങ്കിൽ H2SO4 ആഡ് ചെയ്യും. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സിങ്ക് പ്ലസ് 2HCl ഗീവ്സ് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇതിന് പ്രസൻസ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഫ്ലെയിം കൊണ്ടുവരുമ്പോൾ പോപ്പ് സൗണ്ടോടുകൂടിയാണ് ആ ഒരു തീ ഇതാവുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോസ് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ്റെ പ്രസൻസ് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? സിങ്കും HClഉം. ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനിൽ നമ്മളിവിടെ യൂസ് ചെയ്ത റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? സിങ്ക് ആൻഡ് HCl. വാട്ട് ആർ ദ പ്രോഡക്ട്സ്? സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് നോൺ മെറ്റൽസ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ ദിസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോൺ മെറ്റൽസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ the preparation, the laboratory, the importance of hydrogen, the characteristics അല്ലെങ്കിൽ some characteristics of hydrogen നമ്മൾ പഠിച്ചു. Then how to prepare hydrogen in the laboratory എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസ്. In the next class we will learn more about this non metals. Now we can wind up. Thank you. Assalamu Alaikum.